വെടിനിർത്തലിന് ശേഷവും കനത്ത ജാഗ്രതയിൽ അതിർത്തി. പഞ്ചാബിൽ റെഡ് അലർട്ട് തുടരും. ബ്ലാക്ക് ഔട്ട് പിൻവലിച്ചു. ഇനി അശാന്തി ഉണ്ടാകാതിരിക്കാൻ കരുതലോടെ സുരക്ഷാ സേന. പാകിസ്ഥാൻ സൈന്യത്തിന്റെ വെടിയേറ്റ BSF ജവാന് വീരമൃത്യു. സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസിന് വെടിയേറ്റത് നിയന്ത്രണ രേഖയ്ക്കടുത്തുണ്ടായ ഏറ്റുമുട്ടലിൽ. പാകിസ്ഥാൻ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ ജീവന് ഭീഷണിയെന്ന് റിപ്പോർട്ട്. വധശ്രമം ഉണ്ടാകാം. ഇമ്രാനെ ഇല്ലാതാക്കാനുള്ള നീക്കത്തിന് പിന്നിൽ പാക് സൈനിക മേധാവി അസീം മുനീറെന്നും നിഗമനം. പാകിസ്ഥാന് മുന്നിൽ ഇനിയുള്ളത് കഠിനകാലം. ഇന്ത്യക്ക് വഴങ്ങിയത് രാജ്യത്തെ ആഭ്യന്തര പ്രശ്നങ്ങൾ രൂക്ഷമാകുമെന്ന വിലയിരുത്തൽ. ഷഹബാസ് സർക്കാരിനെ വീഴ്ത്താൻ സൈന്യത്തിന്റെ നീക്കമുണ്ടാകാനും സാധ്യത. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി ഉയർത്തുന്നതും വലിയ വെല്ലുവിളി. പാകിസ്ഥാനുമായി വെടിനിർത്തൽ ഉടമ്പടിയല്ലെന്നും ധാരണ മാത്രമെന്നും വിശദീകരിച്ച് കേന്ദ്ര സർക്കാർ. പാകിസ്ഥാൻ ധാരണ ലംഘിച്ചാൽ തിരിച്ചടി കനക്കുമെന്നും മുന്നറിയിപ്പ്. നിലവിൽ അതിർത്തി ശാന്തം. നാളെ വീണ്ടും DGMOമാരുടെ ചർച്ച. വെടിനിർത്തലിലും കേന്ദ്രത്തെ ന്യായീകരിച്ച ശശി തരൂർ. വേണ്ടത് സമാധാനം. 71-ലെ സാഹചര്യമല്ല ഇപ്പോൾ. തരൂരിന്റെ പ്രതികരണം കോൺഗ്രസ് കേന്ദ്രങ്ങൾ വെടിനിർത്തൽ നടപടിയെ വിമർശിക്കുന്നതിനിടെ. ബംഗ്ലാദേശിൽ ഷെയ്ഖ് ഹസീനയുടെ അവാമി ലീഗ് പാർട്ടിക്ക് നിരോധനം. മുഹമ്മദ് യൂനിസ് സർക്കാരിന്റെ നടപടി ഭീകരവിരുദ്ധ നിയമപ്രകാരം. സംസ്ഥാനത്ത് ഈ മാസം 27-ഓടെ കാലവർഷം എത്തിയേക്കുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. മഴക്കാലത്തിന്റെ തുടക്കം 4 ദിവസം നേരത്തെയാകാനും സാധ്യത. ചിലയിടങ്ങളിൽ ഒറ്റപ്പെട്ട വേനൽ മഴ തുടരും.